ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഹസ്ബൻഡും കൂടി ഇപ്പോൾ തേക്കടിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കൽപ്പവനം എന്ന റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഹോ, ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ഈ കൽപ്പവനം. കൽപ്പവനത്തിൻ്റെ ഗേറ്റും എൻട്രൻസും ഒക്കെ കണ്ടപ്പോഴേ 4 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഫീൽ കിട്ടി. ശരിക്കും ഇതൊരു ആനന്ദദായകമായ ലക്ഷറി റിസോർട്ടാണ്. ഇത് കുമളിയുടെ ഹാർട്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെൻസ് ഫോറസ്റ്റിൻ്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ വൃക്ഷങ്ങളും കുറ്റിക്കാടുകളും ഏലത്തോട്ടവും എല്ലാം അടങ്ങിയ ഒരു വനം. 25 ഏക്കർ വിസ്തീർണത്തിൽ കുന്നിൻ ചെരിവുകളും ഒക്കെയായി കിടക്കുകയാണ് ഈ റിസോർട്ട്. ഇവിടെ ധാരാളം ട്രീ ഹൗസസ് ഉണ്ട്. കാരണം വളരെ സ്ലോപ്പായിട്ടുള്ള കുന്നുകൾ പോലെ ഇരിക്കുമ്പോഴേ ട്രീ ഹൗസസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്യും. ഈ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ അറയും നിരയും ഒക്കെ ഇല്ലേ, അതൊക്കെ അതുപോലെ വാങ്ങിക്കൊണ്ടുവന്ന് ഓരോ വില്ലകളാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ വന്നാൽ ആ പഴമയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടെ വരുമ്പോഴത്തേന് ശരിക്കും ഒരു നോസ്റ്റാൾജിക് ഫീൽ വരും. ഇവിടെ ഒട്ടുമുക്കാൽ ആൾക്കാരും ഫോറിനേഴ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് പേരെ കണ്ടതും ഫോറിനേഴ്സായിരുന്നു. ജർമ്മൻ കുഞ്ഞുങ്ങളൊക്കെ ഈ കുത്തുകല്ലൊക്കെ ചാടി ചാടി എൻജോയ് ചെയ്ത് വരുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. വില്ലകൾ മാത്രമല്ല ഇവിടെയുള്ളത്, വലിയ ഒരു 2 നില കെട്ടിടവുമുണ്ട്. അവിടെ ഒരു റൂമാണ് ഞങ്ങളെടുത്തത്. എൻ്റെ പൊന്നെ, കതക് തുറന്ന് മുറിയിലോട്ട് കയറിയപ്പോൾ ഒരു കൊട്ടാരത്തിലേക്ക് കയറി വരുന്നത് പോലെ തോന്നി. ഒരു ഹ്യൂജ് ബെഡ്റൂം, അതിൽ സോഫായും ചെയറും എല്ലാം ഉണ്ട്. ബെഡ്റൂമിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആർച്ചാകൃതിയിലുള്ള 2 റൂംസ്, ഒന്നിൽ ടി വിയും മറ്റതിലൊരു ഫ്രിഡ്ജും കോഫി മേക്കറും എല്ലാം. ഇമാതിരി ഒരു ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. അതുപോലെ അതിവിശാലമായ ഒരു ബാത്റൂമും നല്ലൊരു ബാൽക്കണിയും. അവിടെ നിന്ന് നോക്കിയാൽ ഈ കൽപ്പവനത്തിൻ്റെ ഡെൻസ് ഫോറസ്റ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്നാ ഭയങ്കര വൃക്ഷങ്ങളൊക്കെയാണെന്നറിയാമോ? ഒരു കമുക്, ഒരുപാട് പൊക്കത്തിൽ നിൽക്കുന്ന ഒരു കമുക് ഇവിടെ നിന്നുകൊണ്ട് കാണാം കേട്ടോ. രാവിലെ പക്ഷികളുടെ കളകള ഗാനം കേട്ട് ഉണർന്നപ്പോൾ ശരിക്കും റിലാക്സും റിഫ്രഷുമായി. ഇവിടുത്തെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും ഉഗ്രനായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും നമ്മുടെ ഈ ഹോട്ടലിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ തേക്കടിക്ക് വരുമ്പോൾ ധൈര്യമായിട്ട് കൽപ്പവനത്തിൽ റൂം എടുക്കാവുന്നതാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം വേറെ.